ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള. നിങ്ങളുടെ മനസ്സിൽ ഓടിയത് കോഴിക്കോട്. അതെ, കോഴിക്കോടുണ്ട്. കോഴിക്കോട് തിക്കൊടി ബീച്ചിലുണ്ട്. ഒരു വർഷം മുമ്പ് ഞാനിവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു ബീച്ചാണ്. 4 പേര് തിരയിൽപ്പെട്ട് മരണപ്പെട്ടതാണ് ഈ ബീച്ചിൽ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ റൈഡിംഗ് ബീച്ച് സെർച്ച് ചെയ്താൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള മുഴപ്പിലങ്ങാടി ബീച്ച്. അത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടി, അതായത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. 5 കിലോമീറ്റർ അതിന് ദൂരപരിധി. അതായത് 252 കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്ന് 8 മണിക്കൂർ എടുക്കും യാത്ര. കണ്ണൂരാണ്. ഇത് 212 കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്ന്. ഇത് കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ വന്ന് ഫുഡ് കഴിച്ച്, അതായത് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഓടിച്ച്. ഇത് 3 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ദൂരം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ തീരമാണ്. ഇപ്പോൾ ഇറങ്ങാനിപ്പോൾ നിയന്ത്രണങ്ങളുണ്ട് ആ മരണം സംഭവിച്ചതിന് ശേഷം. അപ്പോൾ ഏതായാലും ഈ ബീച്ചായാലും ആ ബീച്ചായാലും ഒരിക്കലും വന്ന് കാണുക. കാരണം അധികം ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഡ്രൈവിംഗ് ബീച്ചുള്ള കാര്യം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എടാ മുഴപ്പിലങ്ങാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുണ്ട്, തിക്കൊടി ബീച്ചിലുണ്ട്. ഇവിടെയും വണ്ടി ഇറക്കി ഓടിക്കാം. മനോഹരമാണ് കാഴ്ചകൾ. ഏതായാലും വൈകുന്നേരങ്ങൾ കാഴ്ചയാണ് മനോഹരം. ഇപ്പോൾ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള. നിങ്ങളുടെ മനസ്സിൽ ഓടിയത് കോഴിക്കോട്. അതെ, കോഴിക്കോടുണ്ട്. കോഴിക്കോട് തിക്കൊടി ബീച്ചിലുണ്ട്. ഒരു വർഷം മുമ്പ് ഞാനിവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു ബീച്ചാണ്. 4 പേര് തിരയിൽപ്പെട്ട് മരണപ്പെട്ടതാണ് ഈ ബീച്ചിൽ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ റൈഡിംഗ് ബീച്ച് സെർച്ച് ചെയ്താൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള മുഴപ്പിലങ്ങാടി ബീച്ച്. അത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടി, അതായത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. 5 കിലോമീറ്റർ അതിന് ദൂരപരിധി. അതായത് 252 കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്ന് 8 മണിക്കൂർ എടുക്കും യാത്ര. കണ്ണൂരാണ്. ഇത് 212 കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്ന്. ഇത് കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ വന്ന് ഫുഡ് കഴിച്ച്, അതായത് ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഓടിച്ച്. ഇത് 3 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ദൂരം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ തീരമാണ്. ഇപ്പോൾ ഇറങ്ങാനിപ്പോൾ നിയന്ത്രണങ്ങളുണ്ട് ആ മരണം സംഭവിച്ചതിന് ശേഷം. അപ്പോൾ ഏതായാലും ഈ ബീച്ചായാലും ആ ബീച്ചായാലും ഒരിക്കലും വന്ന് കാണുക. കാരണം അധികം ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഡ്രൈവിംഗ് ബീച്ചുള്ള കാര്യം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എടാ മുഴപ്പിലങ്ങാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുണ്ട്, തിക്കൊടി ബീച്ചിലുണ്ട്. ഇവിടെയും വണ്ടി ഇറക്കി ഓടിക്കാം. മനോഹരമാണ് കാഴ്ചകൾ. ഏതായാലും വൈകുന്നേരങ്ങൾ കാഴ്ചയാണ് മനോഹരം. ഇപ്പോൾ